കാണുന്നില്ലല്ലോ, എവിടെ വെച്ചു? ഒരു നിമിഷം ഞാനാകെ പേടിച്ചു. സർ, ആകെ 2 കോൾ ഈ നമ്പറിൽ നിന്ന് പോയിട്ടുള്ളൂ. ഒന്നിത് സെക്രട്ടേറിയറ്റിലെ, അന്ന് സാറ് പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ. യെസ്. രണ്ടാമത്തെ നമ്പർ കണ്ണൻ ശെൽവന്റെ നമ്പരാ. അന്ന് സാർ ഒരു ലിസ്റ്റ് തന്നില്ലേ, അതിൽ ഈ കണ്ണന്റെ നമ്പറും ഉണ്ട്. അത് ഒരു പെൺകുട്ടിയുടെ പേരില്ല സർ. അതെ, റോഷ്നി ഈപ്പൻ. ഫൈനൽ ഇയർ BA സ്റ്റുഡന്റ്, വിമൻസ് കോളേജ്. ഒരു ഈപ്പന്റെ പേരും സാർ തന്ന ലിസ്റ്റിലുണ്ട്. ഷെയ്സ് റോഷ്നി, സാറ് പോലീസ് ഓഫീസറാ. നിന്നോടെന്താ ചോദിക്കാനുണ്ടെന്ന്? പേടിക്കാനൊന്നുമില്ല. 9388955456 റോഷിയുടെ നമ്പറല്ലേ? എന്റെ പേരില, പക്ഷെ ഞാനത് ഉപയോഗിക്കാറില്ല. പപ്പയെ കണക്ഷൻ എടുത്തേ. പോലീസിനോട് കള്ളം പറയരുത്. ഇതൊന്നും അത്ര സീരിയസ് ആക്കണ്ട. റോഷിനി എപ്പോഴെങ്കിലും ആ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടോ? ആ ഫോൺ ഉപയോഗിച്ച് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇല്ല സർ. ഇപ്പൊ ആ ഫോൺ ആരെയിലുണ്ട്? പപ്പയുടെ അടുത്ത് കാണും, എനിക്കറിയില്ല. റോഷിയുടെ പപ്പ എവിടെ ഉണ്ട് ഇപ്പോ? പപ്പ മിനിഞ്ഞാന്ന്, ഡേ ബിഫോർ യെസ്റ്റർഡേ വീട്ടിലുണ്ടായിരുന്നു. പപ്പയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ സർ? പപ്പയുടെ പ്രധാനപ്പെട്ട ഫ്രണ്ട്സ് ആരൊക്കെയാ? കണ്ണൻ അങ്കിൾ, നാരായണേട്ടൻ, സർവൻ. എനിക്ക് അത്യാവശ്യമായിട്ട് നീപ്പച്ചനെ കാണണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അച്ചായൻ പോയിട്ട് 4-5 ദിവസം കഴിഞ്ഞെന്ന്. മകളോട് ചോദിച്ചപ്പോ മിനിഞ്ഞാന്ന് വരെ ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു. വേലക്കാരോട് ചോദിച്ചപ്പോഴും അത് തന്നെ ചോദ്യം. ഭാര്യയുടെ അടുത്തെത്തിയപ്പോ 2 ദിവസം കൂടി. ഈപ്പച്ചനിപ്പോ എവിടെ ഉണ്ട്? എനിക്കറിയില്ല. ഫോണിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറില്ലേ? ഇല്ല. ഈ 4-5 ദിവസത്തിനിടയ്ക്ക് ഒരിക്കലും വിളിച്ചിട്ടില്ല? ഇല്ല. ഭർത്താവിനെ അച്ചായനെന്നാണോ വിളിക്കുന്നത്? അതെ. ആ മൊബൈൽ ഫോൺ ഞാൻ അതി പണിയൊന്നും എടുക്കണ്ട. എന്താ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് അച്ചായൻ ഇങ്ങോട്ടും ചേച്ചി അങ്ങോട്ടും വിളിക്കാറേ ഇല്ല അല്ലേ? പറ, ഈപ്പൻ എവിടെ ഉണ്ട്? പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോയി കാക്കിയിട്ടോണ്ട് വരും. അപ്പൊ പിന്നെ ഭാഷ ഇതായിരിക്കില്ല. കാക്കിയിട്ട എനിക്ക് എന്നെ തന്നെ കണ്ടുകൂടാ. പറ, ഈപ്പൻ എവിടെ ഉണ്ട്? ഒടുക്കത്തെ കുടി ഒന്ന് നിർത്തു പകയാ. ഇതില്ലേ ടെൻഷൻ കയറി ഞാൻ ചാവും. കണ്ണടച്ച പോലീസാ മുന്നില്. എത്ര ദിവസം ഇങ്ങനെ പാത്തും പതുങ്ങിയും ജീവിക്കും? ഞാൻ വക്കീലിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അയാൾ എന്തെങ്കിലും പോംവഴിയായിട്ട് വരും. അതുവരെ ഒന്ന് നിർത്തി കുടി, അല്ലെങ്കിൽ അടുത്ത ഡെഡ് ബോഡി. വാ 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 വാ.
വേണ്ട. കണ്ണടച്ചാൽ പോലീസാണ് മുന്നിൽ. എത്ര ദിവസം ഇങ്ങനെ പാത്തും പതുങ്ങിയും ജീവിക്കും? കണ്ണടച്ചാൽ പോലീസ് മുന്നിൽ വരാൻ താൻ എന്ത് തെറ്റ് ചെയ്തു? താൻ എന്തിനാ പാത്തും പതുങ്ങിയും ജീവിക്കുന്നത്? അതുവരെ ക്ഷമിക്കുക, അല്ലെങ്കിൽ അടുത്ത ഡെഡ് ബോഡി നീയാണ്. അടുത്ത ഡെഡ് ബോഡി ഇയാളാണെങ്കിൽ ആദ്യത്തെ ഡെഡ് ബോഡി ആരായിരുന്നു? ആരാ പറ. നിങ്ങളുടെ കൂട്ടത്തിൽ നാലാമത്തെ ആൾ നാരായണൻ. നാരായണൻ ഇവിടെ അറിയില്ല. 3-4 ദിവസമായിട്ട് അയാളെ കാണാനില്ല എന്ന് പറഞ്ഞ അയാളുടെ ഭാര്യ പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അയാൾ അവസാനമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നിങ്ങൾ 3 പേരോടൊപ്പം ആണെന്നും കംപ്ലൈന്റിൽ വ്യക്തമാണ്. നിന്റെ മുഖത്തെന്താണ് ഒരു പുച്ഛം? ആരെങ്കിലും പുറകിലുണ്ടെന്നുള്ള ധൈര്യമാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും നിർഭാഗ്യവാൻ താനാണ്. താൻ മാത്രമല്ല, തന്റെ ഭാര്യയും മകളും. തന്റെ മോളുടെ പേരുള്ള സിം കാർഡ് ആരാ ഉപയോഗിച്ചെന്ന് തനിക്കറിയാം. ഇപ്പൊ ഞങ്ങൾക്കും അറിയാം. പാവൻ റോഷിനി. ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ കുടുങ്ങും. നിയമത്തിനൊരു ദയം ദാക്ഷിണ്യമില്ലല്ലോ. തെളിവുകൾ മുഴുവൻ ആ കുട്ടിക്കെതിരാ. ഇനി മോളെ രക്ഷിക്കാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. സാർ, ഞാനെല്ലാം പറയാം. തന്ന അഡ്വാൻസ് കൂടാതെ കോൺട്രാക്റ്റിൽ പറഞ്ഞ ബാക്കി തുകയും തരാം. നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറണം. 2 പ്രാവശ്യം പരാജയപ്പെട്ടു. ഇനി തന്നെ ഞങ്ങൾക്ക് യാതൊരു വിശ്വാസവും ഇല്ല. താൻ മാത്രമല്ല, ഞങ്ങളും കൊടുക്കും. പെരുമാളെന്നൊരു ഓഫീസറാ കേസ് അന്വേഷിക്കുന്നത്. അയാളോട് ഞങ്ങൾക്ക് വലിയ ബഹുമാനം ഉണ്ടായിട്ടല്ല. എങ്കിലും പറയുക, അയാൾ ഉള്ളിടത്തോളം ഒന്നും നടക്കില്ല. നടക്കും. നടക്കില്ല. താൻ കൊല്ലില്ല. കൊല്ലുകയും വേണ്ട. തന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങളാ. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു താൻ വേണ്ടെന്ന്. നിങ്ങൾക്ക് പിന്മാറാം. എന്നിട്ട് എന്തോ പുളുത്തും കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞു കൂവി നടക്കുന്നതല്ലാതെ നീയൊക്കെ ഒരു കൊതുകിനെ പോലും കൊന്നിട്ടുണ്ടോടാ? ഉണ്ടോ? നാരായണ, 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 ഈ പൂച്ച, നാരായണ, 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 നാരായണ. വേണ്ട, നോ, നോ, വേണ്ട, നോ, പ്ലീസ്.